എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റിപ്പോർട്ടർ SIT ബിഗ് ഇംപാക്ട് ഷോയിലേക്ക് സ്വാഗതം. എയ്ഡഡ് കൊള്ളയിൽ നിർണായക അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. തൃശൂരിൽ വിദ്യാഭ്യാസ കൊള്ള നടത്തിയ സ്കൂൾ മാനേജർ VC പ്രവീൺ പോലീസ് പിടിയിൽ. റിപ്പോർട്ടർ SIT ടീം നിരന്തരം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. ആരാണ് VC പ്രവീൺ? ഇയാൾ നടത്തിയ തട്ടിപ്പുകൾ എന്തൊക്കെയാണ്? വിശദമായി പരിശോധിക്കുകയാണ് നമ്മൾ. തട്ടിപ്പു വീരൻ പിടിയിൽ. റിപ്പോർട്ടർ TV മെയ് 19 പുറത്തുവിട്ട വാർത്തയായിരുന്നു VC പ്രവീണിന്റെ തട്ടിപ്പിന്റെ കഥ. തൃശൂരിൽ എയ്ഡഡ് സ്കൂളുകളുടെ മറവിൽ നടന്നത് വൻ വിദ്യാഭ്യാസ കച്ചവടമാണ്. 3 എയ്ഡഡ് സ്കൂളുകളിലായി 163 പേരെ ലക്ഷങ്ങൾ വാങ്ങി നിയമിച്ചതിൽ 114 അധ്യാപകരും വർഷങ്ങളോളം ജോലി ചെയ്ത് ഒടുവിൽ പെരുവഴിയിലായി. അധ്യാപനം ഉപേക്ഷിച്ചവരിൽ പലരും ഇപ്പോൾ വണ്ടി ഓടിച്ചും തുന്നൽ പണിക്ക് പോയും കാറ്ററിംഗിന് പോയുമെല്ലാം ജീവിതം തള്ളി നീക്കുകയാണെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രവീണിന്റെ അറസ്റ്റിലേക്ക് നയിച്ച ഞങ്ങളുടെ SIT ടീം തലവൻ TV പ്രസാദിന്റെ ആദ്യ റിപ്പോർട്ടിലേക്ക്. മലപ്പുറത്തുകാരനായ വൈശാഖ് VC പ്രവീൺ മാനേജറായ പള്ളിക്കൽ സ്കൂളിൽ 7 വർഷം ജോലി ചെയ്തു. 15 ലക്ഷം രൂപ കൊടുത്ത് കയറിയത് ഇല്ലാത്ത തസ്തികയിലാണെന്ന് തിരിച്ചറിഞ്ഞതോടെ 1 രൂപ പോലും ശമ്പളം കിട്ടാതെ വൈശാഖ് അവിടെ നിന്നിറങ്ങി. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഡ്രൈവറുടെ ജോലി നോക്കുകയാണിപ്പോൾ. ബാങ്കിൽ നിന്ന് ഒരു 15 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. മാനേജർ കെട്ടിട നിർമ്മാണത്തിന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത്. 2-3 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജോലി കിട്ടാതെയായപ്പോൾ വിവരാവശ്യപ്രകാരമായിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തു. അപ്പോഴാണ് അറിഞ്ഞത് ഒരു വലിയ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭിന്നശേഷി സംവരണത്തിന് വേണ്ട എല്ലാ യോഗ്യതയുമുണ്ട് നിയ ടീച്ചർക്ക്. ലക്ഷങ്ങൾ കൊടുത്തു കയറി വർഷങ്ങൾ പഠിപ്പിച്ചിട്ട് ഒടുവിൽ തസ്തിക ഇല്ലെന്നറിഞ്ഞപ്പോൾ നിയ ടീച്ചർ വീട്ടിൽ തന്നെയായി. ഞാൻ 2012 തൊട്ട് 2020 വരെ കുരിക്കുഴി സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അത് 8 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അവിടെ കയറിയിട്ടുള്ളത്. ഇപ്പോഴും അപ്പോയിൻമെൻറ്റ് പാസ്സാവാതായപ്പോൾ ഞാൻ നിർത്തി പോരുകയാണ് ചെയ്തത്. ഇല്ലാത്ത 8ാം ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ലക്ഷങ്ങൾ കൊടുത്ത് സിജി ടീച്ചർ ജോലിക്കായി കയറിയത്. ഇതേ സ്ഥിതി തന്നെയാണ് സംസ്കൃത അധ്യാപികയായ അമ്പിളി ടീച്ചർക്കുമുള്ളത്. ഇത്രയും വർഷമൊക്കെ കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി ഇതൊന്നും ശരിയാവാണ്ട് കണ്ടപ്പോൾ ഞാൻ നിർത്തി പോരുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ കൊടുത്ത പൈസ തിരിച്ച് വാങ്ങിച്ച് എനിക്ക് ഇത്രയും ഞാൻ ജോലി എടുത്തതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൂടി കിട്ടിയിട്ടുമാണ് ഞാൻ എന്തെങ്കിലും എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. 2014 മുതൽ 2017 വരെ വർക്ക് ചെയ്തു കോരിക്കുഴി സ്കൂളിൽ. 8 ലക്ഷം രൂപയാണ് അന്ന് കൊടുത്തത്. ഞാൻ ഇത്രയും വർഷം ജോലി ചെയ്ത ഇനത്തിൽ എനിക്ക് സാലറി ആയിട്ട് ഒന്നും തന്നില്ല. ഇപ്പോൾ ജോലിയൊന്നുമില്ല, വീട്ടിലിരിക്കുകയാണ്, വേറെ നിവൃത്തിയില്ല. തൃശൂർ കഴിയുമ്പ്രം SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബ് അസിസ്റ്റൻ്റായ വലപ്പാട് കോതകുളം സ്വദേശിയായ VC പ്രവീൺ 4 സ്കൂളുകൾ ഇതിനകം വാങ്ങി. സർക്കാർ ജീവനക്കാർക്ക് എയ്ഡഡ് സ്കൂൾ മാനേജറാകാൻ കഴിയില്ലെന്ന കേരള വിദ്യാഭ്യാസ ചട്ടം ഉദ്യോഗസ്ഥ ഒത്താശയോടെ അട്ടിമറിച്ചായിരുന്നു തൃശൂർ ജില്ലയിലെ കൂരിക്കുഴി, മച്ചാട്, പള്ളിക്കൽ എന്നീ സ്കൂളുകൾ 2009 മുതൽ വാങ്ങിയത്. 2009 10 ലക്ഷമാണ് ഒരധ്യാപകന് വാങ്ങിയതെങ്കിൽ 2024 ആയപ്പോഴേക്കും അത് 35 ലക്ഷമായി ഉയർന്നു. ഇത്രയേറെ അധ്യാപകരെ പറ്റിച്ചിട്ടും മുടങ്ങാതെ അധ്യാപക ഒഴിവുകൾ പരസ്യം കൊടുക്കുകയാണിപ്പോഴും. കൂരിക്കുഴി, പള്ളിക്കൽ, മച്ചാട് സ്കൂളുകളിലായി ഇല്ലാത്ത തസ്തികകളിലേക്ക് 114 പേരെയാണ് VC പ്രവീൺ നിയമിച്ചത്. കൂരിക്കുഴി സ്കൂളിൽ മാത്രം 49 പേരാണ് മറ്റൊരു ഗതിയുമില്ലാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നത്. പള്ളിക്കൽ സ്കൂളിൽ 25ഉം മച്ചാട് സ്കൂളിൽ 12ഉം ഇങ്ങനെ അധ്യാപന ജോലി മതിയാക്കേണ്ടി വന്നവരാണ്. തീർന്നില്ല. ഇതുകൂടാതെ കൂരിക്കുഴി സ്കൂളിൽ മാത്രം 23 പേരും, പള്ളിക്കൽ സ്കൂളിൽ 4 പേരും, മച്ചാട് സ്കൂളിൽ 1 അധ്യാപകനും ഇപ്പോഴും ഇല്ലാത്ത തസ്തികയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ കൊടുത്ത് 1 രൂപ പോലും ശമ്പളം കിട്ടാതെ വർഷങ്ങളായി പ്രതീക്ഷയോടെ ജോലി ചെയ്യുകയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഫണ്ട് വെട്ടിപ്പുൾപ്പെടെ നിരവധി കാര്യങ്ങളാണ് ഈ പരമ്പരയിലൂടെ പുറത്തു വരാനുള്ളത്. റിപ്പോർട്ടർ TV പ്രസാദ്, ടീം ഇൻവെസ്റ്റിഗേഷൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.
തട്ടിപ്പ് വീരൻ കാലങ്ങളായി ഒളിഞ്ഞും മറഞ്ഞും അല്ലാതെയും ഒക്കെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്ന VC പ്രവീൺ പിടിയിലായിരിക്കുകയാണ്. എയ്ഡഡ് കൊള്ളക്കാരന്റെ അറസ്റ്റിലേക്ക് പോലീസ് പിടികൂടുന്നതിലേക്ക് നയിച്ച വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ തലവൻ TV പ്രസാദാണ്. TV പ്രസാദ് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഒപ്പം VC പ്രവീണിന്റെ അറസ്റ്റിന്റെ വിവരങ്ങൾ, ഒപ്പം ഇരയായവരുടെ പ്രതികരണങ്ങൾ, അവയുമായി ജെയ്സൺ ചാമവളപ്പിലും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ജെയ്സൺ ചാമവളപ്പിലേക്കും TV പ്രസാദിലേക്കുമാണ് നമ്മൾ തത്സമയം പോകുന്നത്. TV പ്രസാദ്, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. നല്ല ഒരു കയ്യടി TV പ്രസാദ് അർഹിക്കുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു തട്ടിപ്പുകാരനെ തൊടാതിരുന്ന സംവിധാനങ്ങൾക്ക് മുന്നിലേക്ക് ആവർത്തിച്ച് ഈ വാർത്തകൾ റിപ്പോർട്ടറിലൂടെ കൊണ്ടുവന്നത് TV പ്രസാദാണ്. അതിന് ആദ്യം തന്നെ റിപ്പോർട്ടർ കുടുംബത്തിന്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു സുജയ, താങ്ക് യു. നമ്മുടെ ഈ അന്വേഷണത്തിലേക്ക് നയിച്ച വഴികളിലേക്ക് ഞാൻ TV പ്രസാദിലേക്ക് എത്താം. അവയൊക്കെ പ്രസാദ് വിശദമായി തന്നെ റിപ്പോർട്ടുകളായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. VC പ്രവീൺ എന്ന തട്ടിപ്പ് വീരൻ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ജെയ്സൺ ചാമവളപ്പിൽ എപ്പോഴായിരുന്നു, എവിടെ നിന്നാണ് VC പ്രവീണിനെ ഒടുവിൽ പോലീസ് പിടികൂടിയത്? സുജിയ, ഇന്ന് രാവിലെയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത്. ഇയാളിപ്പോൾ എനിക്ക് പുറകിലുള്ള കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലുണ്ട്, പോലീസ് കസ്റ്റഡിയിലുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തി. നിലവിൽ 4 കേസുകളാണ് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇയാളെ കൊടുങ്ങല്ലൂരിലെ കോടതിയിൽ ഹാജരാക്കും. 420, 40, 406 അതുപോലെ തന്നെ അങ്ങനെ 3 വകുപ്പുകൾ ചേർത്താണ് ഇയാൾക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഇയാൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിലാണ് പോലീസ് ശക്തമായ നടപടിയിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ നിരവധി അധ്യാപികമാർ, ഇവിടെ ഈ പണം തട്ടിപ്പിനിരയായ അധ്യാപികമാർ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു അധ്യാപികയുണ്ട്. അവരോട് തന്നെ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാം. ടീച്ചറുടെ പേരെന്താ? റജില. എന്നാണ് ഇദ്ദേഹത്തിന് പൈസ കൊടുത്തത്? ഒക്ടോബർ 27-ാം തീയതിയാണ് പൈസ കൊടുത്തത്. എത്ര രൂപ കൊടുത്തു? 12 ലക്ഷം. എന്താണ് ആള് വാഗ്ദാനം ചെയ്തത്? സംസ്കൃതം ടീച്ചർ, LP സംസ്കൃതം ടീച്ചറായിട്ടുള്ള പോസ്റ്റ്. ഏത് സ്കൂളിൽ? കൂരിക്കുഴി KM UPSL. പിന്നീട് എത്ര തവണ ഇങ്ങനെ സമീപിച്ചു? ഇയാൾ എന്താ പൈസ തരുന്നതുമായി ബന്ധപ്പെട്ട്, ജോലി തരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു? ഈ ഒക്ടോബർ 13-ാം തീയതി ജോലിക്ക് കയറിയിരുന്നു. അതിന് മുമ്പായിട്ടും പൈസ കൊടുത്തിട്ടുണ്ട്. 2-3 തവണയായിട്ടാണ് പൈസ കൊടുത്തത്. അപ്പോൾ അത് ശരിയാക്കി എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ AEOയിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇല്ലയെന്ന് അറിഞ്ഞു. അപ്പോഴാണ് ഞാൻ സ്കൂളിൽ ജനുവരി 31-ാം തീയതി ഇറങ്ങി 2024. പിന്നീട് പൈസ ചോദിച്ചു തന്നപ്പോൾ തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരുന്നു. ഇയാളുടെ അടുത്ത് പൈസ ചോദിക്കുമ്പോൾ ഇയാൾ നിരന്തരമായി എന്തൊക്കെ പറഞ്ഞ് ഒഴിയുന്നുണ്ടായിരുന്നു? ഒരു തവണ ചോദിച്ചപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അപ്പോൾ പൈസ തരാം, ലോക്സഭ ഇലക്ഷൻ. അപ്പോൾ പൈസ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കി. പിന്നീട് അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞത് റിസൾട്ട് വന്നതിന് ശേഷം തരാമെന്ന്, അതുവരെ എല്ലാ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു. ഇയാളിപ്പം വേറെ ആരെങ്കിലും ഉണ്ടോ ഈ സംഘത്തിൽ? എങ്ങനെയാണ് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ കാര്യങ്ങളൊക്കെ? ആളുടെ ഭാര്യയാണ് ആളും അതിലുള്ള ഭാര്യയും കൂടി ചേർന്നാണ് ചെയ്തത്. നിങ്ങൾ ഈ ഭാര്യയ്ക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഭാര്യനെ അറസ്റ്റ് ചെയ്തിട്ടില്ല? ഇല്ല. പ്രവീണിനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്? അതെ. ഇയാളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ എന്താ സ്ഥിതി? ഇപ്പം നിങ്ങളിൽ നിന്ന് പണമൊക്കെ ഒരുപാട് തട്ടിച്ച് വലിയ സംവിധാനത്തിലാണോ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അധികം അന്വേഷിച്ചിട്ടില്ല, അതറിയില്ല. ഈ പോലീസ് ഇപ്പം എന്താ പറയുന്നത്? പൈസ തിരിച്ചു കിട്ടുമോ അതോ ഈ അറസ്റ്റിൽ തന്നെ അവസാനിക്കും? എന്താണ് മുന്നോട്ട് പോകാനാണ് പറഞ്ഞത്. ഒത്തിരി പേരെ പറ്റിച്ചിട്ടുണ്ടല്ലോ. എത്ര പേരുണ്ടാവും ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്ന, ടീച്ചർക്ക് അറിയാവുന്ന? എനിക്കറിയാവുന്ന ഒരു 10ഓളം പേര് ഉണ്ട്. പിന്നെ 114 വാർത്തയിൽ കേട്ടതാണ്. സുജയ ടീച്ചറെ ഒന്ന് നിൽക്കണേ. സുജയ, ഇതാണ് ഇപ്പോൾ പല ടീച്ചർമാരെ അകത്തുണ്ട്, സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അതെ, അവർ ഇരയായവരാണ്. ആ ഇരയായ ആളുകളിലേക്ക് TV പ്രസാദ് കൃത്യമായി എത്തിയിരുന്നു. ജെയ്സൺ, പ്രസാദിന്റെ അന്വേഷണ വഴി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. കാരണം VC പ്രവീൺ എന്ന ആളാണ് ഇതിനൊക്കെ പിന്നിലെന്ന് അറിയാമെങ്കിലും അയാളിലേക്ക് എത്താതെ ഒളിച്ചു കളിച്ച് നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി 2 വട്ടം നമ്മളോട് തന്നെ പറഞ്ഞു. പക്ഷേ ആ നടപടിയിലേക്ക് എത്താൻ ഇത്രയും വൈകിയാണെങ്കിലും നടപടിയെടുത്തതിന് വിദ്യാഭ്യാസ മന്ത്രിക്ക് അഭിനന്ദനങ്ങൾ. പക്ഷേ TV പ്രസാദ്, നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്തതിനു ശേഷം 1 മാസം കൃത്യം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 1 മാസവും 2 ദിവസവും കഴിയുമ്പോഴാണ് ആദ്യ റിപ്പോർട്ട് വന്ന് 1 മാസവും 2 ദിവസവും കഴിയുമ്പോഴാണ് പ്രവീണിനെ പിടികൂടുന്നതിലേക്ക് പോലീസ് എത്തുന്നത്. ഇത്രയും അമാന്തമെന്ന് പറയുന്നത് അത് ഗത്യന്തരമില്ലാതെ ഈ പിടികൂടുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന ഘട്ടം എത്തിയപ്പോൾ മാത്രമല്ലേ പ്രസാദ്?
അത് തന്നെയാണ് സുജയ പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെയാണ്. മറ്റൊരു ഗതിയുമില്ലാതായപ്പോഴാണ് ഈ അറസ്റ്റ് എന്നതാണ് സുജയ. ഇതിൽ നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അതായത് മാധ്യമപ്രവർത്തകർക്കുള്ള ഒരു പ്രശ്നം, എയ്ഡഡ് മാനേജർമാർ വ്യാപകമായി ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് നിയമനം നടത്തുന്നത് എന്നുള്ളത് ഒരു സത്യമാണ്, പരസ്യമായ സത്യമാണ്. പക്ഷേ പിന്നീട് അങ്ങനെ നിയമിക്കുന്നതിൽ വലിയൊരു ശതമാനം ആളുകൾക്ക് ജോലി കിട്ടുകയും ചെയ്യും. അവർ പിന്നീട് സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിക്കുന്ന ആളാവും. നിയമനം നടത്തുന്നത് മാനേജറും ശമ്പളം കൊടുക്കുന്നത് സർക്കാരുമാണ്. ഇങ്ങനെ പല മാനേജർമാരും പണം വാങ്ങുന്നു എന്ന് മാത്രമല്ല, പണം വാങ്ങുന്നത് മുഴുവൻ ഇല്ലാത്ത തസ്തികയിലേക്കാവുകയും അവരെ വർഷങ്ങളോളം ജോലി എടുപ്പിക്കുമ്പോഴാണ് അവരൊരുപക്ഷെ അറിയുന്നത് അങ്ങനെയൊരു തസ്തിക ഇല്ല എന്ന്. അവർ ഒടുവിൽ മറ്റൊരു ഗതിയുമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സ്ഥിതിയുമുണ്ടാകും. സുജയ, ഇതിൻ്റെ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഈ സംഭവം ഒരിക്കലും പുറത്തു വരാറില്ല എന്നുള്ളതാണ്. കാരണം ഇവർ പുറത്തു പറയാൻ തയ്യാറാകില്ല. ഒന്നാമത്, ഇങ്ങനെ തട്ടിപ്പിനിരയായി എന്ന് പറയുന്ന നാണക്കേട് ബാക്കിയാക്കിയാണ് പലരും ജീവിക്കുന്നത്. ഇങ്ങനെ ആരും ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു പറയാത്തത് കൊണ്ടാണ് സംസ്ഥാനത്ത് തുടരുന്ന ഇത്ര വലിയ എയ്ഡഡ് കൊള്ള പലപ്പോഴും പുറത്ത് വരാതിരുന്നത്. ഇതിപ്പോൾ 2009 VC പ്രവീണിൻ്റെ തട്ടിപ്പ് തുടങ്ങുന്നത് സുജയ. 2009 മുമ്പ് ഈ VC പ്രവീൺ ആരാണെന്ന് ചോദിച്ചാൽ, VC പ്രവീൺ എയ്ഡഡ് സ്കൂളുകളിലേക്ക് അധ്യാപകരെ എത്തിച്ചു കൊടുക്കുന്ന ഒരു ബ്രോക്കറായിരുന്നു. അങ്ങനെയും ഒരു കേസ് ഇയാൾക്കെതിരെ നിലവിലുണ്ട്. ബ്രോക്കർ എന്ന നിലയിൽ പണം വാങ്ങി എന്നിട്ട് സീറ്റ് കൊടുത്തില്ല. 2009 സ്കൂളുകൾ വാങ്ങി തുടങ്ങിയത്. ആദ്യം വാങ്ങുന്നത് കൂരിക്കുഴി സ്കൂൾ. പക്ഷേ ഈ VC പ്രവീൺ സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്ന കാര്യമാണ് അതിലും ഗൗരവമുള്ള കാര്യം. കഴിയുമ്പ്രം SNDP സ്കൂളിലെ ലാബ് അസിസ്റ്റൻ്റായ VC പ്രവീണിന് ഒരു കാരണവശാലും സംസ്ഥാനത്തെ നിലവിലുള്ള ചട്ടങ്ങളനുസരിച്ചുകൊണ്ട് സ്കൂൾ വാങ്ങാൻ കഴിയില്ല. അവിടെ വിദ്യാഭ്യാസ വകുപ്പിലെ തന്നെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് പ്രവീണിന് ഇളവ് കൊടുത്തുകൊണ്ട് ഈ 3 സ്കൂളുകൾ വാങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ സ്കൂളുകൾ വാങ്ങിയതിന് ശേഷം പ്രവീണ് പിന്നെ കച്ചവടം തുടങ്ങുകയാണ്. കിട്ടുന്ന അധ്യാപകരെ എല്ലാം വാങ്ങുന്നു. എല്ലാ ആഴ്ചയും 2, 3, 4 പരസ്യങ്ങളാണ്. അത് തൊഴിൽ വാർത്തയിലുണ്ടാകും, തൊഴിൽ വീഥിയിലുണ്ടാകും, പത്രങ്ങളിലുണ്ടാകും, ഫേസ്ബുക്ക് പേജുകളിലുണ്ടാകും, വാട്സപ്പ് ഗ്രൂപ്പുകളിലുണ്ടാകും. എവിടെയൊക്കെ പരസ്യം കൊടുക്കാൻ കഴിയും അവിടെയൊക്കെ പരസ്യം കൊടുക്കും. അപ്പോൾ സുജയ, എല്ലാവരും ചോദിക്കും, എങ്ങനെയാണ് ഈ ആളുകളൊക്കെ അന്വേഷിച്ചിട്ടാണോ ഈ പണം കൊടുക്കുന്നതെന്ന്. അതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിന് പല അധ്യാപകരും കൂട്ടുനിന്നു എന്നുള്ളതാണ്. VC പ്രവീൺ മാനേജറായ കൂരിക്കുഴി സ്കൂളിലെ പ്രധാനപ്പെട്ട അധ്യാപികമാരിൽ ഒരാളാണ് ഇയാളുടെ ഭാര്യ തന്നെയായ രേഖ. രേഖയും പല കേസിൽ പ്രതിയാണ്. രേഖയും ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നുണ്ട്. തീർന്നില്ല സുജയ. സാധാരണഗതിയിൽ ഈ അധ്യാപികമാർ അല്ലെങ്കിൽ അധ്യാപകന്മാർ സ്കൂളിൽ വന്നിട്ടാണല്ലോ അന്വേഷിക്കുക. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു വിഭാഗം അധ്യാപികമാരും ഈ VC പ്രവീണിൻ്റെ തട്ടിപ്പിലുണ്ട്. അങ്ങനെയും 2 പേർ പ്രതികളായി. അവിടുത്തെ മുൻ പ്രധാന അധ്യാപിക സരോജിനി ടീച്ചർ, നിലവിൽ അവിടെ സംസ്കൃതം പഠിപ്പിക്കുന്ന കൂരിക്കുഴി സ്കൂളിലെ ഷീബ ടീച്ചർ. ഇവർ ചെയ്യുന്ന പണി എന്താണെന്നറിയാവോ? അവിടെ ഏതെങ്കിലും ടീച്ചർമാർ അന്വേഷിച്ച് ചെല്ലുമല്ലോ സ്വാഭാവികമായും, ഇത് തട്ടിപ്പാണോ, കിട്ടാൻ സാധ്യതയുണ്ടോ. അപ്പോൾ ഇവരെന്താ പറയുന്നതെന്നറിയോ? എത്രയും വേഗം കിട്ടും, നിങ്ങൾ പണം കൊടുത്ത അടുത്ത മാസം അങ്ങ് പെർമനൻ്റ് ആയി കഴിയും, പിന്നീട് നിങ്ങൾക്ക് ശമ്പളം കിട്ടി തുടങ്ങും എന്ന് പറഞ്ഞ് വല വീശാൻ പ്രവീണിൻ്റെ കൂടെ ഒരുപാട് ആളുണ്ടായി. 2009 തുടങ്ങിയ തട്ടിപ്പ് 2024 റിപ്പോർട്ടർ വാർത്ത കൊടുക്കുന്നതിൻ്റെ തൊട്ട് തലേന്നത്തെ ആഴ്ച വരെ തുടർന്നു എന്നുള്ളതാണ്. നമ്മുടെ വാർത്തയ്ക്ക് ശേഷം പ്രവീണിൻ്റെ പണം വാങ്ങൽ നിലച്ചു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സുജയ, അപ്പോഴുമുള്ള ഒരു സംശയം, എങ്ങനെ ഇയാൾക്ക് 15 കൊല്ലം തട്ടിപ്പ് കൊണ്ടുപോകാൻ കഴിഞ്ഞു? നമ്മൾ നേരത്തെ വാർത്തയിൽ പറഞ്ഞതുപോലെ 8 ലക്ഷം രൂപ മുതൽ 35 കാര്യത്തിൽ കുറച്ചുകൂടി നമ്മുടെ പ്രേക്ഷകരെ അതുപോലെ തന്നെ ഇങ്ങനെ തട്ടിപ്പിനിരയാകുന്ന ആളുകളെ നമ്മൾ അറിയിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 2009 മുതൽ തട്ടിപ്പ് തുടങ്ങിയ VC പ്രവീണിനെതിരെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2010 114 അധ്യാപകരെയാണ് ലക്ഷങ്ങൾ വാങ്ങി പറ്റിച്ചത്. പക്ഷേ 2010 ശേഷം ഈ ഫയൽ അങ്ങ് പൊടിപിടിച്ച് ഏറ്റവും അടിയിലേക്ക് പോയി. അത് ഉയർത്തിയെടുക്കാൻ 2024 മെയ് 19 TV പ്രസാദിന്റെ SIT ടീമിന്റെ കണ്ടെത്തൽ വരേണ്ടി വന്നു. അപ്പോഴും അനങ്ങിയില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമല്ലേ TV പ്രസാദ്? തുടരെ ഈ കൊള്ളക്കാരനെ കുറിച്ച്, തട്ടിപ്പുകാരനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര പറയാൻ എന്നുള്ള മട്ടിലായിരുന്നില്ലേ മറു ചോദ്യങ്ങൾ?
ഉറപ്പായിട്ടും അത് തന്നെയാണ്. ഈ 2024 വരെ ആരും അനങ്ങിയില്ല സുജയ. ആ പോയിന്റിലേക്കാണ് ഞാൻ വന്നത്. അതായത് 8 ലക്ഷം രൂപ മുതൽ 35 ലക്ഷം രൂപ വരെ ഒരാളിൽ നിന്നാണ് വാങ്ങുന്നത്. അങ്ങനെ ഏതാണ്ട് 160-ലധികം ആളുകളിലാണ് ഇല്ലാത്ത തസ്തികയിലേക്ക് വാങ്ങിയത്. ശരിക്കുമുള്ള തസ്തിക വേറെയുമുണ്ട് ഈ 3 സ്കൂളിൽ. ആ പണം കൂടി പ്രവീണിൻ്റെ കയ്യിലുണ്ട്. ഇത് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ സുജയ ഏകദേശം 32 കോടി രൂപയാണ് VC പ്രവീണിൻ്റെ കയ്യിലേക്ക് വന്നത്. ഈ പോലീസ്, വലപ്പാട്ട പോലീസും കയ്പമംഗലത്തെ പോലീസും ചെറുതുരുത്തിയിലെ പോലീസും അനങ്ങാതിരിക്കാനുള്ള കാരണം VC പ്രവീണിൻ്റെ പണമാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇവിടെ പരാതിയുമായി ടീച്ചർമാർ പോകുമ്പോൾ ആദ്യത്തെ ചോദ്യം പോലീസ് ചോദിക്കും, എന്ത് തെളിവാണുള്ളത്? ഒരു തെളിവുമില്ല. എന്താ കാരണം? VC പ്രവീൺ പഠിച്ച കള്ളനാണ് സുജയ. ഒരൊറ്റ പണം പോലും അക്കൗണ്ടിൽ വാങ്ങില്ല. തുടക്കകാലത്ത് മാത്രം അക്കൗണ്ടിൽ വാങ്ങി. ആ സമയത്ത് കേസും വന്നു, അത് മുന്നോട്ട് പോയി. പക്ഷെ പിന്നീട് പണം നേരിട്ടാണ്, സംഭാവന എന്നാണ് VC പ്രവീണിന്റെ പേര്. VC പ്രവീണിന്റെ ഈ പണം വാങ്ങുന്നതിന്റെ പേര്. പ്രസാദിലേക്ക് ഞാൻ തിരികെ എത്താം. തട്ടിപ്പിനിരയായ അധ്യാപിക ആര്യ മോഹനൻ നമുക്കൊപ്പം തത്സമയമുണ്ട്. പ്രസാദ്, ഈ തട്ടിപ്പിനിരയായവരുടെ വാക്കുകളിലേക്ക് കൂടി നമുക്കൊന്ന് പോയതിനു ശേഷം ഞാൻ പ്രസാദിലേക്ക് തിരികെ എത്താം. ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പമുണ്ട്. ജെയ്സൺ, കയ്പമംഗലം മാത്രമല്ല ചെറുതുരുത്തി, വലപ്പാട് ഈ സ്റ്റേഷനിലൊക്കെയായി 10-ലധികം പരാതികൾ കൃത്യമായി നിലനിൽക്കുമ്പോഴാണ് ഇത്രയും കാലം ഇയാൾ വിലസിയത്. നമുക്കൊപ്പമുള്ള അധ്യാപികയും പരാതിയുടെ വഴിയെ പോയപ്പോൾ ദുരനുഭവം നേരിട്ടയാളാണോ? അവരോട് ചോദിക്കാം. ഇപ്പോൾ ടീച്ചർ ഇത് അറിഞ്ഞിട്ട് വന്നതാണ്. ടീച്ചറുടെ പേരൊന്നും ആര്യമോഹൻ. വീട് തിരുവനന്തപുരത്താണ്. ഇവിടെ AS അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയാണ്, ഗ്രാമലക്ഷ്മി. എങ്ങനെയാണ് ഈ ഒരു ട്രാപ്പിൽ വന്ന് പെട്ടത്? അത് ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് വന്നതാണ്. പിന്നെ വേറെ ഇവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ദർശന എന്ന് പറഞ്ഞ ഒരു ടീച്ചർ കൂടി പറഞ്ഞിട്ടാണ്, കൊല്ലത്തുള്ള ടീച്ചർ ഇവിടെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടീച്ചറും കൂടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. ഇത് എത്ര രൂപയാണ് കൊടുത്തത്? 10 ലക്ഷം രൂപ. എന്താണ് ഓഫറായിരുന്നു? LP ടീച്ചറിൻ്റെ വേക്കൻസി ഉണ്ടെന്ന്, സ്കൂളിൽ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്തതാണ്. 30 ലക്ഷം രൂപയാണ് ചോദിച്ചത്. 10 ലക്ഷം രൂപ ആദ്യം കൊടുത്ത് 2 മാസം കഴിഞ്ഞിട്ട് ബാക്കി 20 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ആരാണ് നിങ്ങളെ സമീപിച്ചതിന് വേണ്ടി? മാനേജറിനെ നേരിട്ട് കാണുകയും സംസാരിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഏജൻ്റായിട്ട് ആരുണ്ടായിരുന്നു? ഏജൻ്റായിട്ട് ആരും ഇല്ലായിരുന്നു. ഈ ദർശന ടീച്ചറിൻ്റെ നമ്പർ നമുക്ക് മാനേജറാണ് തന്നതും. മാനേജർ തന്ന് ദർശന ടീച്ചറിനോട് സംസാരിക്കുകയും ചെയ്ത് ടീച്ചർ ഇവിടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങളെ വിശ്വസിപ്പിച്ച് ആ ധാരണയിലാണ് ഇവിടെ വരെ എത്തിയത്. ജോലി കയറിയിരുന്നോ? ആ, ജോലി കയറിയായിരുന്നു. എത്ര നാൾ? 3 മാസം ജോലി ചെയ്തു. എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? അവിടുത്തെ അവസ്ഥ എനിക്ക് മനസ്സിലായി. അവിടെ AO ഇൻസ്പെക്ഷന് വന്നിരുന്നു. അപ്പോഴേ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ വേക്കൻസി ഇല്ല എന്നുള്ള കാര്യം. പിന്നെ ഞങ്ങൾ AOയിൽ അന്വേഷിക്കുകയും AO തന്നെ നേരിട്ട് പറയുകയും ചെയ്തു, വേക്കൻസി ഇല്ല, 7 പേര് എക്സസ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു. നിങ്ങൾ സാലറി തന്നിരുന്നോ? ഇല്ല, സാലറി തന്നില്ല. ഞാൻ 3 മാസം വർക്ക് ചെയ്തിട്ടുള്ളായിരുന്നു. ഞങ്ങൾ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തില്ലായിരുന്നല്ലോ. ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്ത ശേഷം മാത്രമേ അപ്പോയിൻമെൻറ്റ് ഓർഡർ തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല അധ്യാപകരും അവിടെ ജോയിൻ ചെയ്തവർ പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട 5000 രൂപയ്ക്ക് മാസം അത് സ്കൂളിൽ വാൻ ഫീസിന് വേണ്ടിയിട്ടാണ് അവർക്ക് അധ്യാപകരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല, കൊടുത്തിട്ടില്ല. എന്തായിരുന്നു ഈ സ്കൂളിൻ്റെ അന്തരീക്ഷം? അതൊരു ഫേക്കായൊരു സംവിധാനമാണോ? അതോ അവിടെ കുട്ടികളുണ്ടോ? അവിടെ മര്യാദയ്ക്ക് പഠനം നടന്നിരുന്നോ? എന്താണ് അവിടുത്തെ അവസ്ഥയായിരുന്നു ടീച്ചറുള്ളപ്പോൾ? പഠനം നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. സ്കൂളിൽ കുട്ടികളും ഉണ്ട്. പക്ഷേ ഇപ്പം നല്ല സ്ട്രെങ്ത് കുറഞ്ഞെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ വർഷം അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. പക്ഷേ 7ഓളം പേര് അധ്യാപകർ എക്സസ് ആയിട്ട് നിൽക്കുകയാണ് വേക്കൻസി ഇല്ലാതെ. അവർ ഇപ്പോഴും തുടരുന്നവരുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നവരുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യമൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പോലീസ് ഇപ്പോൾ എന്താ പറയുക, ഈ പൈസ, നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്? എങ്ങനെയാണ് പോലീസ് പറയുന്നത്? ഇനിയിപ്പം എന്തായാലും ഇപ്പം കേസായി. ഇപ്പം മാനേജറിനെ എന്തായാലും കോടതിയിലോട്ട് കൊണ്ടുപോകും. അവിടെ നിന്ന് ഇനിയിപ്പോൾ എന്തായാലും ജാമ്യം കിട്ടാൻ ചാൻസ് ഇല്ല. FIR ഒക്കെ ഉണ്ട് പുള്ളിയുടെ പേരിൽ ഒരുപാട്. ഇയാളുടെ ഭാര്യ ഇതിൽ ഇൻവോൾവ് ആണ് അവർക്കെതിരെ? അതെ, ഭാര്യയും കൂടി ഇൻവോൾവ് ആണ്. അവർ തന്നെയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയത്. മാനേജർ വാങ്ങിയ ആ സ്പോട്ടിൽ തന്നെ വൈഫിൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് ഞങ്ങൾ സ്കൂളിൽ വെച്ചാണ് ക്യാഷ് കൊടുത്തത്. അപ്പോൾ തന്നെ മാനേജറിൻ്റെ വൈഫ് അവരുടെ കാറിൽ കയറി പോകുന്നത് കണ്ട് അവരും കൂടി തന്നെയാണ് ഞങ്ങളെ ക്യാൻവാസ് ചെയ്തത്. അത് ഈ എൻ്റെ ഒരു കേസിലെന്നല്ല, ഭൂരിഭാഗം പേരും അത് തന്നെയാണ് പറയുന്നത്. പഴയ ഒരുപാട് അധ്യാപകരുണ്ട്, ഒരു 10-14 ഇത്തരത്തിൽ പണം ഇയാൾ വാങ്ങി വേറെ അധ്യാപകരോടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്, ഇപ്പോഴും നിലവിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ദർശന ടീച്ചറിൻ്റെ കാര്യം. ടീച്ചർ 7 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. ടീച്ചർ പറയുന്നുണ്ട് ഈ സ്കൂളിന് വേണ്ടി ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
5000 രൂപ മാസം തോറും അങ്ങോട്ട് വാനിന് വേണ്ടിയിട്ട് വണ്ടി ഫീസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടൊക്കെ നിൽക്കുകയാണ് അവർ 7 വർഷം ആയിട്ട്. ഓക്കെ, ജെയ്സൺ തട്ടിപ്പിന് ഇരയായ ജോലിക്കായി ശ്രമിക്കുകയും 10 ലക്ഷം വരെ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത ടീച്ചറാണ് ആര്യയാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു അധ്യാപക കൂടി നമുക്കിപ്പോൾ, അതായത് ഈ ഒരു വിവരം TV പ്രസാദ് പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ഈ അധ്യാപകർക്ക് 114 പേരാണ് തട്ടിപ്പിനിരയായത്. അവരിൽ നിന്നൊക്കെ ലക്ഷങ്ങൾ തട്ടിയെടുത്തെങ്കിലും തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർബാധം വിലസുകയായിരുന്ന ഒരു വലിയ തട്ടിപ്പുകാരനാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. അതിലേക്ക് വഴിവെച്ചത് റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ വാർത്തയാണ്. ഇപ്പോൾ കൂടുതൽ അധ്യാപകർ നമുക്കൊപ്പം സമയം വിവരങ്ങൾ നൽകുന്നതിന്, തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം പറയുന്നതിനായി എത്തുകയാണ്. ഒരു അധ്യാപിക കൂടി നമുക്കൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അമ്പിളി ടീച്ചർ കേൾക്കാമോ? കേൾക്കാം. അമ്പിളി ടീച്ചർ, പണം കൊടുക്കേണ്ടി വന്നോ ജോലി കിട്ടാൻ? ജോലി കിട്ടാനായിട്ട് 2014 8 ലക്ഷം രൂപയാണ് ഞാൻ കൊടുക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞ് 2017 ഞാൻ തിരിച്ചിറങ്ങുകയും ചെയ്തു. ഇവിടെ വേക്കൻസി ഇല്ലാന്ന് കണ്ടപ്പോൾ അവിടെ സംസ്കൃതം ടീച്ചറുടെ പോസ്റ്റിനാണ് ഞാൻ പൈസ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവിടെ പോസ്റ്റ് ഇല്ലാന്ന് നമുക്ക് ചെയ്യുമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി. പിന്നെ പൈസ വാങ്ങിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു. അതും ഞാൻ വാങ്ങിച്ചു കൊടുത്തു. കാരണം എൻ്റെ കയ്യിൽ ബാങ്കിന്റെ പ്രൂഫ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം എനിക്ക് പൈസ തിരിച്ചു തന്നത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പൊ ഇങ്ങനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം. കാരണം ഞങ്ങളുടെ ഒരു കരിയർ അങ്ങനെ പോയി. ഇനി വരുന്നവരെങ്കിലും ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ പെടരുത്. നമ്മള് പഠിച്ചിട്ടല്ലേ വരണത്. വെറുതെ വന്ന് പൈസ കൊടുത്തിട്ട് വരല്ലല്ലോ. BEd ഒക്കെ എടുത്തിട്ട് തന്നെയല്ലേ കുട്ടികള് ജോലിക്ക് വരണത്. അപ്പൊ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം, നമുക്ക് നല്ലൊരു ജോലി കിട്ടണം എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മള്. തീർച്ചയായും. ശ്രീമതി അമ്പിളി, ഇപ്പോൾ ഏത് സ്കൂളിലാണ്, കൂരിക്കുഴി, മച്ചാട്, പള്ളിക്കൽ, ഏത് സ്കൂളിലാണ് ഈ 3 വർഷത്തേക്ക് നിയമനം തന്നത് 8 ലക്ഷം വാങ്ങിയിട്ട്? കോരിക്കുഴി സ്കൂളിലാണ്. കോരിക്കുഴി AMUP സ്കൂളിലായിരുന്നു LP സംസ്കൃതം ടീച്ചറായിട്ടാണ് എന്നെ ജോയിൻ ചെയ്തത്. പക്ഷെ അവിടെ പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ അത്രയും വിശ്വസിപ്പിക്കും. അതായത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ നമ്മൾ വീണ് പോവും. അത്ര ഉറപ്പാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇത്രയും പൈസയൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. പിന്നീടാണ് നമുക്ക് അറിയണത് അവിടെ ചെല്ലുമ്പോ ഇവിടെ പോസ്റ്റ് പോയിട്ട് അവിടെ നിന്ന് പോകണതിൽ തന്നെ ഒരുപാട് പേര് ശമ്പളം കിട്ടാതെ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോ പിന്നെ നമ്മൾ തിരിച്ചിറങ്ങിയ നിവൃത്തിയുള്ളൂ. പക്ഷെ പൈസ തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവാൻ മിക്കവരും ഇത് കയ്യിലാണ് കൊണ്ടുവന്ന് കൊടുക്കണേ. എനിക്ക് അന്ന് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്ത കാരണം എനിക്ക് ഇന്ന് പൈസ കിട്ടിയത്. 2017 അമ്പിളി ടീച്ചർ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഈ പണം തിരിച്ചു കിട്ടിയത് ഏത് വർഷമാണ്? എത്ര നാൾ ഇതിന്റെ പിന്നാലെ നടക്കേണ്ടി വന്നു? VC പ്രവീണിനോട് ചോദിച്ച് പിന്നെ 3 പ്രാവശ്യമായിട്ടാണ് അദ്ദേഹം എനിക്ക് പൈസ തിരിച്ചു തന്നത്. 2018 ജനുവരിയിലാണ് ലാസ്റ്റ് എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നത്. 3 ചെക്കായിട്ടാണ് തന്നത്. അതും നമുക്ക് അന്ന് മതിലകം പോലീസ് സ്റ്റേഷനാണുള്ളത്. അപ്പൊ അവിടെ കേസ് കൊടുത്തു. അന്നത്തെ റൂറൽ SP ആയിരുന്ന യതീഷ് ചന്ദ്ര സാറിന്, പിന്നെ ഇരിഞ്ഞാലക്കുട വനിതാ സ്റ്റേഷനില് അവിടുത്തെ USC, അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലത്ത് കയറി ഇറങ്ങിയിട്ടാണ് എനിക്ക് പൈസ കിട്ടിയത്. കാരണം നമ്മുടെ കയ്യിൽ പ്രൂഫ് ഉള്ളത് കൊണ്ട് പിന്നെ ആൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മാത്രം തന്നത്. ടീച്ചർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ടീച്ചറിന് ഈ സമാനമായി, ടീച്ചർ ഈ പണം തിരിച്ചു വാങ്ങിയെന്ന് അറിയുമ്പോൾ സമാനമായി തട്ടിപ്പിനിരയായി 1-2 വർഷം ജോലി ചെയ്തൊക്കെ ഇറങ്ങേണ്ടി വന്ന മറ്റു ടീച്ചർമാരൊക്കെ അമ്പിളി ടീച്ചറിനെ ബന്ധപ്പെട്ടിരുന്നു. അവർക്കൊക്കെ ഈ രേഖയില്ലാതെ നേരിട്ട് കൊണ്ടുപോയി പണമായി കൊടുത്ത ആളുകൾക്ക് പണം തിരിച്ചു കിട്ടിയ ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ? ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞപ്പോ എന്റെ കൂടെ ഒരുപാട് പേര്, ഞങ്ങളൊരു 10-16 പേര് ഒരുമിച്ചാണ് ഇറങ്ങിയത്. അപ്പൊ അവർക്കൊക്കെ പ്രൂഫായിട്ട് കയ്യിലുണ്ടായിരുന്നത് എന്റെ കയ്യിൽ മാത്രമാണ്. ബാക്കി എല്ലാവരും ഇതുപോലെ കടലാസിൽ കൊടുങ്ങി വീട്ടിൽ കൊണ്ടു കൊടുക്കുക ചെയ്യും. അപ്പൊ അവർക്കൊക്കെ ഓരോരുത്തരുടെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് കുറച്ചൊക്കെ തിരിച്ചു കിട്ടി. പിന്നെ കുറെ കാലം അതുകൊണ്ട് പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടി. അങ്ങനെ എങ്ങനെയൊക്കെ കുറെ പേരൊക്കെ പൈസ വാങ്ങിച്ചെടുത്തു. ഇനിയും കിട്ടാത്തവരുണ്ടെന്നാണ് എനിക്ക് അറിയണത്. ഇനിയിപ്പോ അവര് വാങ്ങിച്ചെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ഇറങ്ങുന്ന സമയത്ത് കുറെ പേർക്കെങ്കിലും പൈസ കിട്ടാനുണ്ടായിരുന്നു. ഇത്രയും കാലം അമ്പിളി ടീച്ചർ ഒന്ന് നോക്കിക്കേ, 15 കൊല്ലമാണ്. അതിനിടയിലാണ് 2014 ടീച്ചറിനടക്കം ജോലി തന്നത്. 2009 മുതൽ തുടങ്ങിയ പരിപാടിയാണ്. 15 വർഷം കഴിയുമ്പോഴാണ് പോലീസ് ഒന്ന് പിടികൂടുന്നത്. അതിന് മുൻപുള്ള കേസുകളൊക്കെ ടീച്ചറിൻ്റെതുപോലെ രേഖയുള്ളവർക്കൊക്കെ സെറ്റിൽ ചെയ്ത് പോലീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് കൃത്യമായി സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ടീച്ചർ? അതെ, തീർച്ചയായും അങ്ങനെ വിചാരിക്കണം. കാരണം ഞാൻ ഇതുപോലെ പൈസ തിരിച്ചു വാങ്ങേണ്ട സമയത്ത് കുരിക്കുഴിയിൽ അന്ന് അവിടുത്തെ കൗൺസിലറാണ് ആരറിയില്ല, ഒരു ശോഭ സുരേന്ദ്രനോ അങ്ങനെ എന്തോ ഒരാള് വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു, നിങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരു കണക്ഷനും ഇല്ല, ഞാൻ നേരിട്ടിട്ട് ചെയ്ത കാര്യമല്ലേ, നമുക്ക് വീട്ടിലെ ആളുകളുണ്ടല്ലോ, അപ്പൊ അത് ഞങ്ങൾ നേരിട്ട് സംസാരിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ പാലക്കാട് നിന്ന് ആരോ ഒരാൾ ഇതുപോലെ മാനേജറാണോ ആരാന്ന് അറിയില്ല, അതുപോലെ പ്രവീണിന്റെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറിലെ നമുക്ക് നല്ല രീതിയിൽ
വിളിച്ചത്, നമുക്കത് ടെസ്റ്റ് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഒരു 1 ടൈം മാത്രം അയാൾ എന്നെ ബന്ധപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആളെ കുറിച്ച് അറിയില്ല. അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട്, നമ്മൾ ഇത്രയും രേഖകളും കാര്യങ്ങളും കൊണ്ട് നടന്നിട്ട് പോലും നമ്മൾ ഇത്ര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിന് നല്ലൊരു ഇൻഫ്ലുവൻസ് ഇല്ലാണ്ട് നമുക്ക് അതങ്ങനെ സാധിക്കില്ലല്ലോ. അപ്പൊ പിന്നെ രേഖകളൊന്നും ഇല്ലാതെ കൊണ്ടു കൊടുക്കുന്ന ഒരാൾക്ക് എങ്ങനെ പൈസ വാങ്ങിച്ചെടുക്കും എന്ന് പോലും നമ്മൾ ചിന്തിക്കുകയാണ്. തീർച്ചയായും അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതികരിച്ചതിന് നന്ദി. ഈ തട്ടിപ്പിനിരയായി പണം തിരിച്ചു വാങ്ങാൻ കയ്യിൽ രേഖകൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം, അതായത് ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തിയത് കൊണ്ട് മാത്രം 8 ലക്ഷം കൊടുത്തത് തിരിച്ചു കിട്ടിയ അധ്യാപികയാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ഇതൊന്നും ഊഹാപോഹമോ കെട്ടുകഥയോ ഒന്നുമല്ല, നടന്ന സംഭവങ്ങളാണ്. 15 കൊല്ലമായി നടന്ന സംഭവങ്ങൾക്ക് ഒടുവിൽ 114 പേർ ഇരകളായതിനു ശേഷം, 114 എന്ന് പറയുന്നത് പുറത്തേക്ക് വന്ന കണക്കുകളാണ്, അതിലധികം ഉണ്ടോ എന്നുള്ളത് ആർക്കറിയാം. ടി വി പ്രസാദ്, നമ്മൾ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ ഈ ഒരു അന്വേഷണത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു VC പ്രവീൺ മാത്രമല്ല, പലയിടങ്ങളിലും ഇതുപോലെയുള്ള പ്രവീൺമാരുണ്ട്, ഇതുപോലെയുള്ള അവതാരങ്ങളുണ്ട്. ഈ അവതാരങ്ങൾക്ക് കയറിയിറങ്ങാൻ കഴിയുന്ന ഇടനാഴികൾ അവശേഷിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാകണമെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുഖം നോക്കാതെയുള്ള നടപടികൾ വേണ്ടേ? ഈ വിഷയത്തിൽ തന്നെ മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടും ആ നടപടിക്കുണ്ടായ അമാന്തം എന്ന് പറയുന്നത് എത്രത്തോളമായിരുന്നു ടി വി പ്രസാദ്? അങ്ങനെ ഒരു നടപടി ഇക്കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല സുജിയ. കാരണം മിക്ക മാനേജർമാരും അതിശക്തരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനധികൃതമായി കയ്യിലേക്ക് വന്നു ചേരുന്ന കോടികൾ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും പോലീസുകാർക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാം കൊടുത്ത് തടിച്ചു കൊഴുക്കുകയാണ് ഇവർ. ഈ സംവിധാനം മുഴുവൻ ഈ മാനേജർമാരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഒരിക്കലും കർശനമായ ഒരു നടപടിയിലേക്കും പോകേണ്ടതില്ല. നമ്മൾ ഈ കൂരിക്കുഴി മച്ചാട് പള്ളിക്കൽ സ്കൂളിൻ്റെ വാർത്ത എയ്ഡഡ് കൊള്ള എന്ന പരമ്പരയായി കൊടുത്തത് മുതൽ വിവിധ സ്കൂളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു വരികയാണ്. നമുക്ക് കൊടുക്കാൻ പറ്റാത്ത അത്രയും എണ്ണം സ്കൂളുകളിൽ ഈ തട്ടിപ്പ് നടക്കുന്നു എന്ന കാര്യം ഈ വാർത്തയ്ക്ക് ശേഷമാണ് നമ്മൾ തന്നെ മനസ്സിലാക്കിയത്. ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാട് കടമ്പൂരെ വാർത്ത കൊടുക്കുന്നു. ഇനിയും ഇപ്പോൾ അതിനേക്കാളും ഗൗരവമുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് സുജിയ ശരിക്കും പറഞ്ഞാൽ കൊടുത്തു തീർക്കാൻ സമയമില്ല. അത്രയേറെ തട്ടിപ്പുകളാണ് ഈ രംഗത്ത് നിന്ന് പുറത്തു വരുന്നത്. സുജിയ, ഒരു കാര്യം ഉറപ്പാണ്, ഇവർ വാങ്ങുന്ന ഈ പണം ഇവർ മാത്രം കീശയിൽ വെക്കുന്നതല്ല. ഇവർ അത് പോലീസിന് കൊടുക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിൽ കൊടുക്കുന്നുണ്ട്. ആരുടെയൊക്കെയാണോ സഹായം വേണ്ടത് അവിടേക്കൊക്കെ ഈ പണം നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ബലം. ഇവർക്ക് വേണ്ടി ഇവരുടെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം സുജിയ. ഈ VC പ്രവീൺ നമ്മുടെ സർക്കാരിനെതിരെ 106 തവണയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. 106 106 തവണ. അതായത് ഹൈക്കോടതിയിൽ സ്ഥിരമായിട്ട് പ്രവീണിനൊരു അഭിഭാഷകനെ നിൽക്കുകയാണ്. പ്രവീണിനെതിരെ ഒരു നടപടി വന്നു കഴിഞ്ഞാൽ ആ നടപടിക്കെതിരെ അപ്പോൾ ഹൈക്കോടതി പോകുന്നു, ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്നു, പിന്നെ ഹിയറിംഗ് നടത്തുന്നു. ഹിയറിംഗ് നടത്തിയിട്ട് പറയുന്നു നിങ്ങൾ ഒരു തീരുമാനമെടുക്കൂ എന്ന് പറയുന്നു. ആ തീരുമാനം അവസാനം VC പ്രവീണിന് അനുകൂലമായി മാറുന്നു. 221 കുട്ടികളെയാണ് സുജിയ വ്യാജമായി കാണിച്ചുകൊണ്ട് സർക്കാരിന്റെ ലക്ഷ്യങ്ങൾ പറ്റിച്ചത്. അതിൽ ഇതുവരെയും നടപടിയെടുക്കാൻ കഴിയുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ ഇരയായവർക്ക് പറയാനുണ്ടാകും. ഞാൻ ടി വി പ്രസാദിലേക്ക് ഒന്ന് തിരിച്ചു വരാം. ഇപ്പോൾ നമുക്കൊപ്പം വൈശാഖൻ എന്ന അധ്യാപകനും ചേരുകയാണ്. ശ്രീ വൈശാഖൻ, താങ്കൾ ഏത് വർഷമാണ് ഈ VC പ്രവീണുമായി ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? താങ്കൾക്ക് ജോലി തന്നോ? ജോലി കിട്ടുന്നതിന് പണം കൊടുക്കേണ്ടി വന്നോ? ആ കൊടുത്ത പണം തിരിച്ചു കിട്ടിയോ? എന്താണ് താങ്കളുടെ ജീവിതത്തിൽ VC പ്രവീണുമായുള്ള കണക്ഷൻ? ഞാൻ 2014 ജോലി കയറുന്നത്. 2014 അദ്ദേഹം എന്നെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി. തൊഴിൽ വാർത്തകൾ കണ്ട പരസ്യപ്രകാരമാണ് ഞാൻ അവിടെ എത്തുന്നത്. പരസ്യം കണ്ട് എന്നെ വീട്ടിലോട്ട് വിളിച്ചു. ജോലി തരാമെന്നും പറഞ്ഞിട്ടാണ് വിളിച്ചത്. നമ്മൾ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നുണ്ട്, അതിലേക്ക് സംഭാവനയായിട്ട് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ തരണം. ആ പണം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താൽക്കാലികം ആദ്യം ജോലിയിൽ കയറാനുള്ള അവസരം നൽകാം. എന്നിട്ട് റിട്ടയർമെന്റ് പോസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് മാറ്റി തരാമെന്നാണ് പറഞ്ഞത്. ഹലോ, ഓക്കെ ശ്രീ വൈശാഖൻ, എന്നിട്ട് ഈ കെട്ടിടം പണിക്കായി താങ്കൾ പണം കൊടുത്തോ? കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഞാൻ പണം കൊടുത്തു. 15.5 ലക്ഷം രൂപ എൻ്റെ അടുത്തുനിന്ന് വാങ്ങി. ഞാൻ അന്നേ ദിവസം അർബൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഞാൻ അവിടെ പണം കൊണ്ടു കൊടുക്കുന്നത്. പണം കൊടുത്ത സമയത്ത് ആള് എനിക്കൊരു ചെക്ക് തന്നിരുന്നു. ഒരു ആള് പണം എഴുതിയ ചെക്ക്, അതിന്റെ ഒരു കോപ്പിയാണ് എൻ്റെ കയ്യിലിപ്പം ഉള്ളത്. ഈ 15.5 ലക്ഷം ഇതുവരെയും തിരിച്ചു കിട്ടിയിട്ടില്ല. 2014 കൊടുത്തെന്ന് പറയുമ്പോൾ 10 കൊല്ലമായി. ഇതുവരെ ആ പണം തിരിച്ചു തന്നിട്ടില്ല. ഞാൻ പലതവണ ആളുമായി നേരിട്ട് ബന്ധപ്പെട്ടെങ്കിലും എനിക്ക് ആ പണം തിരിച്ചു കിട്ടിയില്ല.
പോലീസിൽ പരാതിപ്പെട്ടോ? പോലീസിൽ ഞാൻ ആദ്യം തൃശ്ശൂർ SP ക്ക് പരാതി കൊടുത്തു. പിന്നീട് തൃശ്ശൂർ അവിടുന്ന് അത് കുന്നംകുളം ACP ക്ക് വന്നു. പക്ഷെ അതൊന്നും വന്ന വഴിക്കൊന്നും എനിക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഒരു ഇതും ഉണ്ടായില്ല. അതിനുശേഷമാണ് ഞാൻ പോലീസ് പറഞ്ഞതനുസരിച്ച് CMB കോടതിയിൽ ഫയൽ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇത് ഇപ്പൊ രണ്ടാമതും വന്ന സ്ഥിതിക്ക് ഇതുവരെ എന്റെ പണം ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എനിക്ക്. താങ്കൾ ഇപ്പോൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അതിനുശേഷമുള്ള ജീവിതം എങ്ങനെയാണ്? ഞാൻ സാധാരണ പല ജോലികൾക്ക് പോയിട്ടും ഡെയിലി വേജ് ആയിട്ട് പല സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടൊക്കെ പോവാറുണ്ട്. ഏത് വിഷയത്തിലാണ് അവിടെ അധ്യാപകനായി കയറിയത്? താങ്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ എങ്ങനെയാണ്? എന്റെ TTC കേടെക്ട് യോഗ്യതയുള്ള അധ്യാപകനാണ് ഞാൻ. ഇപ്പോൾ എന്നിട്ട് ദിവസവേതനത്തിന് ജോലിക്ക് പോകേണ്ട സാഹചര്യമാണ്. 15.5 ലക്ഷം ഉണ്ടായിരുന്നത് ലോൺ എടുത്തതിന്റെ ലോൺ അടവും ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി വേജും പിന്നെ വാഹനങ്ങളുടെ ഡ്രൈവറായിട്ടൊക്കെ പോയിട്ടാണ് ഞാൻ അവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ സംഭവിച്ചത് മനസ്സിലായി കാണുമല്ലോ. അതായത് ഈ വാർത്ത തുടർച്ചയായി കൊടുത്തതിന് ശേഷം ഇപ്പോൾ VC പ്രവീണിനെ പിടികൂടിയിട്ടുണ്ട്. ഈ കേസ് ഇനിയും ആരെങ്കിലും അതിലും സ്വാധീനമുള്ളവർ ഇടപെടുമോ എന്ന് അറിയില്ല. പക്ഷേ ഈ വാർത്തയുടെ പിന്നാലെ ഞങ്ങളുണ്ട്. സത്യസന്ധമായി തന്നെയാണ് ഈ വാർത്തയെ ഞങ്ങൾ സമീപിക്കുന്നത്. താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അതെ അതെ. റിപ്പോർട്ടർ വാർത്താ സംഘം ഈ വാർത്തയ്ക്കൊപ്പം തന്നെ ഉണ്ടാകും. താങ്കൾ നിയമ പോരാട്ടം തുടരുക. താങ്കൾ ലോൺ എടുത്ത് ഇല്ലാത്ത പണം ഉണ്ടാക്കി കൊടുത്തതാണ്. അങ്ങനെ കൊടുത്ത് നേടേണ്ടതല്ല ജോലി എങ്കിൽ പോലും താങ്കൾ ആ പണം കൊടുത്തത് തിരിച്ചു കിട്ടാനുള്ള അർഹത താങ്കൾക്കുണ്ട്. അതിനായുള്ള നിയമ പോരാട്ടം തുടരുക. ഇപ്പോൾ ഈ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ അതിനൊപ്പം തന്നെ താങ്കളുടെ ഈ ഒരു പരാതി നിലനിൽക്കുന്ന കാര്യം കൂടി അവരെ അറിയിക്കുക. ഓക്കെ. വളരെ നന്ദി പ്രതികരിച്ചതിന്. TV പ്രസാദും ജെയ്സൺ ചാമവളപ്പിലുമാണ് നമുക്കൊപ്പം വിവരങ്ങൾ നൽകിക്കൊണ്ട് ഒപ്പം തുടരുന്നത്. നമുക്കൊന്ന് ജെയ്സൺ ചാമവളപ്പിലേക്ക് പോകാം. ജെയ്സൺ, VC പ്രവീണിന്റെ നാട്ടുകാർക്കൊക്കെ ഇയാൾ ഇത്ര വലിയ തട്ടിപ്പുകാരനാണെന്ന് അറിയില്ലേ? അവരാരും ഈ പാവങ്ങൾക്കൊന്നും ഒരു സൂചന കൊടുത്തില്ലേ? കാരണം ഇപ്പോൾ വൈശാഖൻ പറഞ്ഞത് കേട്ടില്ലേ? 15.5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഈ VC പ്രവീൺ എന്ന തട്ടിപ്പുകാരനെ വീട്ടിൽ കൊണ്ടുപോയി കവറിൽ പൊതിഞ്ഞ് കയ്യിൽ വെച്ചങ്ങ് കൊടുത്തു. ആ കൊടുത്തിട്ട് 10 വർഷമായി, ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ആ ലോണിന്റെ അടവും അടച്ച് മറ്റു ജോലികൾക്ക് പോയി വണ്ടി ഓടിച്ച് ഒക്കെ ആ പാവം കഴിയുകയാണ് കഴിഞ്ഞ 10 വർഷമായി. ഇതൊന്നും ആ നാട്ടുകാരൊന്നും അറിഞ്ഞില്ലേ? ഇങ്ങനെ വരുന്ന പാവങ്ങൾക്കൊക്കെ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ലേ ജെയ്സൺ? പറയാം. സുജയ, ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് കൂരിക്കുഴി സ്കൂളിൻ്റെ സമീപത്തുള്ള ആളുകളാണ്, ആ സമീപവാസികളാണ്. അവർക്കും ഈ പ്രവീണിൻ്റെ തട്ടിപ്പിനെ കുറിച്ച് പറയാൻ നിരവധിയുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? സതീഷ്. അമീൻ. എന്താണ് അവിടെ യഥാർത്ഥം സംഭവിച്ചുകൊണ്ടിരുന്നത്? അവിടെ 2009 സ്കൂൾ മേടിച്ചിട്ടുണ്ട് ആ വ്യക്തി. അന്ന് തുടങ്ങി ഇയാൾക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. മറ്റു സ്കൂളുകാർ കംപ്ലൈൻറ്റ് കൊടുക്കുക, അവർക്ക് ജോലി കിട്ടാണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ജോലിക്ക് സാധ്യത വരും. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇയാൾ ഒരുപാട് പരാതികൾ കൊടുത്തു. കണ്ടമാനം സ്കൂളിൻ്റെ പേരിൽ പരാതികൾ കൊടുക്കും. അങ്ങനെ പരാതികൾ കൊടുത്തിട്ട് ഇവർക്ക് സ്കൂളിന് അനുമതി കിട്ടും. അതിൻ്റെ പേരിൽ ഇയാൾ പല കംപ്ലൈൻറ്റുകൾ കൊടുക്കാറ്. ഇപ്പോഴാണ് ടീച്ചർമാർക്ക് ഇയാൾക്കാണെന്ന 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ. ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇയാൾ പിയൂണല്ലേ. ഇയാൾ എങ്ങനെയാണ് പൈസ ഒരു പോസ്റ്റിന് ഒരുപാട് പേരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അങ്ങനെയൊക്കെയും ചെയ്തു? 10 ലക്ഷം രൂപ തുടങ്ങി 35 ലക്ഷം രൂപ വരെ ഇയാൾ വാങ്ങിയിട്ടുണ്ട്. ടീച്ചർ നാട്ടുകാർക്ക് അത് അറിയാമായിരുന്നു? ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പകുതി അറിയാം. ഞങ്ങൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ഞങ്ങളെ പേരിലും കേസ് കൊടുക്കും. ഇയാൾ ഒരുപാട് പൊസിഷൻ കൂടുതലല്ല, ഇയാൾക്ക് രാഷ്ട്രീയ പവർ ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നും പറയുന്നു. ഞങ്ങളെന്ന് വെച്ചാൽ 4 സെൻറ്റിൽ താമസിക്കുന്നു. ഞങ്ങളെ പേരിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്താൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂലേ? അത് മൊയ്തീമാന സ്കൂളായിരുന്നു പണ്ടത്തെ. പിന്നെ സെക്കൻഡ് പിന്നെ അതായത് മാനേജർ മാറി പേഴുമാർ സ്കൂളെടുത്ത് ഒരുപാട് തട്ടിപ്പാണ് അതിൽ. ഇങ്ങനെയാൾ എന്താ തട്ടിപ്പിൻ്റെ രീതി എന്താണ്? നമുക്കവിടെ ഗ്രൗണ്ട് വേണ്ടായിരുന്നു. നമ്മളെ മക്കളായാലും പഠിക്കാൻ ഗ്രൗണ്ട് വേണ്ടേ, അവിടെ ഗ്രൗണ്ടില്ല. ബാബു എന്ന് പറഞ്ഞിട്ടൊരു ആളായിരുന്നു, കാഞ്ഞിരപ്പറമ്പിൽ ബാബു എന്ന് പറഞ്ഞത്. അത് ഈ ടീച്ചർമാരെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളായതിന് ശേഷം ഈ ആൾ സ്കൂള് അയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, സ്കൂൾ അയാൾ ഉപേക്ഷിച്ച് പോയി. അത് അയാൾ ഓപ്പണായിട്ട് PTA കമ്മിറ്റിയിൽ പറഞ്ഞിട്ടാണ് അയാൾ സ്കൂൾ വിട്ടിട്ട് പോയത്. എന്നിട്ട് മേടിച്ചതാണ് ഈ വ്യക്തി എന്നിട്ട് ടീച്ചർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 സ്കൂളല്ലേ, എന്തെങ്കിലും ഒരു പ്രശ്നം ടീച്ചർമാർ പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ടീച്ചർമാർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആ ടീച്ചർമാർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും ബാക്കിയുള്ളതിനും ഭയങ്കര. ഇതിനിടയിൽ ഒരു മിനി ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ആ ടീച്ചർ വിരമിച്ചിട്ട് ആ ടീച്ചറെ ക്ലാസ്സിൽ നിന്ന് കൂടുതൽ കുട്ടികളെ കണ്ടപ്പോൾ ഏയോ ഉണ്ടല്ലോ, ഏയോ വരുമ്പോൾ ആ ടീച്ചറെ പിടിച്ചിട്ട് ക്ലാസ്സിൽ കൂടുതൽ കുട്ടികളാണെന്ന് പറഞ്ഞ്
അങ്ങനെ ആയ ടീച്ചറെ ഈ PF ഫണ്ട് ഗവൺമെൻറ് കട്ട് ചെയ്തു. ഈ AO കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ആ ടീച്ചറെ PF ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു 27 ലക്ഷം വരും. ആ ടീച്ചർ ഞങ്ങളെ മുന്നിൽ വന്നിട്ട്, ഞങ്ങൾ നാട്ടുകാരാണ്, ഞങ്ങളെ മുന്നിൽ വന്നിട്ട് ആ ടീച്ചർ ഒരുപാട് കരഞ്ഞു. ഇയാളുടെ റോൾ എന്താ? ഇയാളെ റോൾ എന്ന് പറഞ്ഞാൽ AO അയച്ച കംപ്ലയിൻറ്റുകൾ, സ്കൂളിലേക്ക് അയച്ച കംപ്ലയിൻറ്റുകൾ ഈ മാനേജർ പിടിച്ചു വെച്ച് ടീച്ചറെ കാണിച്ചില്ല. കാണിക്കാണ്ട് വന്നപ്പോൾ ഈ ടീച്ചർക്ക് ഇപ്പോൾ ഈ PF ഫണ്ട് വിരമിക്കുമ്പോൾ PF എന്താ അവസ്ഥ? അവർ ഇല്ല, കിട്ടിയിട്ടില്ല. ഇപ്പോഴും കേസിലാണ് നടക്കുന്നത്. ഇപ്പോഴും മൊത്തത്തിലൊരു തട്ടിപ്പുകാരനാണ്. മൊത്തത്തിലാള് നിസ്സാരക്കാരനല്ല ആള്. വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടോ? രാഷ്ട്രീയ സ്വാധീനം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ പോലീസുകാരായിട്ട് നല്ല ബന്ധമുണ്ട്. എല്ലാവർക്കും അയാൾ ഇതിന് വിദ്യാഭ്യാസ വകുപ്പ് കാര്യങ്ങൾക്കൊക്കെ ഇയാൾ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഇയാൾ ആരെ എതിർക്കാൻ പറ്റില്ല. ആ ടീച്ചർ ഞങ്ങളെ മുന്നിൽ വന്നു കരഞ്ഞു. എൻ്റെ PF ഫണ്ട് കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മുന്നിൽ വന്നു കരഞ്ഞു. കാരണം ഞങ്ങൾ അവിടെ പഠിച്ചു വരണം. ഞങ്ങളുടെ സ്കൂളിൽ എങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടോ? എങ്ങനെ? ഭയങ്കര വിദ്യാഭ്യാസം. ഡോക്ടറാണ്. എൻ്റെ ചേട്ടൻ്റെ 2 മക്കൾ ഡോക്ടർമാരാണ്. ഇതൊക്കെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചാണ്. എൻ്റെ ഇപ്പം മോള് 10ാം ക്ലാസ് 10A+ ആയിട്ട് ജയിച്ചിരിക്കുകയാണ്. ഇവിടെ 4 വരെ പഠിപ്പിച്ചുള്ളൂ. റിപ്പോർട്ട് കൊടുത്തതല്ല ഈ ഷീബ ടീച്ചർക്കെതിരെയും അതൊക്കെ. അപ്പോൾ ഈ ഷീബ ടീച്ചർ ഇതിനിടയിൽ ഒരു സംസ്കൃതം ടീച്ചറെ ഇതിനിടയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തൊക്കെയോ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ പ്രശ്നമുള്ള സ്കൂളാണത്. ഇയാളും പ്രശ്നക്കാരനാണ്. ജെയ്സൺ, അത്ര വെടിപ്പല്ല കാര്യങ്ങൾ എന്നുള്ളത് നാട്ടുകാർക്കും അറിയാം. അവരുടെ പ്രതികരണങ്ങൾ എടുക്കുക, നമുക്കത് വരും മണിക്കൂറുകളിലും വിശദമായി തന്നെ നിൽക്കാം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട തട്ടിപ്പാണ്. പ്രധാനപ്പെട്ട തട്ടിപ്പ് എന്ന് പറയാനുള്ള കാരണം 30 വർഷം മുൻപ് ജോലിക്ക് കയറിയ ഒരു സാധാരണ ജോലിക്കാരൻ പടിയായി ഇങ്ങനെ കയറി പോയത് എങ്ങോട്ടാണ്? തട്ടിപ്പിന്റെ പടികളിലൂടെയാണ് കയറിയത് എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ജെയ്സൺ ചാമോളപ്പിലും TV പ്രസാദും നൽകിക്കൊണ്ടിരിക്കുന്നത്. 30 വർഷം മുൻപ് വെള്ളാപ്പള്ളി നടേശൻ മാനേജറായ കഴിമ്പ്രം SNDP സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ച VC പ്രവീൺ 2009 തുടങ്ങിയ തട്ടിപ്പാണ്. വിദേശത്ത് പോകാനെന്ന പേരിൽ അവധിയിൽ പ്രവേശിച്ച് 3 സ്കൂളുകൾ വിലയ്ക്ക് വാങ്ങി അവയിലേക്ക് അധ്യാപകരിൽ നിന്ന് പണം വാങ്ങി തട്ടിപ്പ് തുടങ്ങി 114 പേരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിച്ചിട്ടും ഇതുവരെ പിടികൂടാൻ കഴിയാതിരുന്ന VC പ്രവീണിനെ കുടുക്കിയത് റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണമാണ്. TV പ്രസാദും സംഘവും നടത്തിയ അന്വേഷണം ഇപ്പോൾ VC പ്രവീണിന്റെ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് VC പ്രവീണിനെ കോടതിയിൽ ഹാജരാക്കും. TV പ്രസാദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. TV പ്രസാദ്, നമ്മുടെ അന്വേഷണ വഴിയിൽ കണ്ടുമുട്ടിയ മുഖങ്ങൾ അല്ലാത്തവർ ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വരികയും സധൈര്യം കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. ലക്ഷങ്ങൾ ഇപ്പോഴും കിട്ടാതെ നിൽക്കുന്ന ആളുകൾക്ക് ഈ തുക തിരികെ കിട്ടുന്നതിനുള്ള നടപടിയിലേക്ക് കൂടി കടക്കാൻ ഇപ്പോൾ VC പ്രവീണിനെ പിടികൂടിയ പോലീസ് സംവിധാനം തയ്യാറാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പലരും ലോൺ എടുത്തും പല സാധനങ്ങൾ വിറ്റുമൊക്കെ സ്വരുക്കൂട്ടിയ പണമാണ് കൊണ്ടുപോയി VC പ്രവീണിന്റെ കയ്യിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അവരെയൊക്കെയാണ് ഇത്രയും കാലം ഭീഷണിപ്പെടുത്തിയ അയാൾ മാറ്റി നിർത്തിയിരുന്നതും. ഇനി എന്താണ് ഈ കേസിൽ സംഭവിക്കാൻ സാധ്യത? TV പ്രസാദ്, വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം നമ്മൾ ഇവിടെ നിന്നും തേടുന്നുണ്ട്, പക്ഷേ ഇതുവരെ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്ത് TV പ്രസാദ്? സുജിയ, അതിൻ്റെ ഒന്നിച്ച് ഒരു കാര്യം കൂടി നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതായത് ഈ VC പ്രവീണിൻ്റെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ നമ്മളെ സഹായിച്ചത് അവരുടെ കുടുംബക്കാരുടെ മുന്നിലും സുഹൃത്തുക്കളുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലുമെല്ലാം പരിഹാസ കഥാപാത്രമായേക്കും എന്നറിഞ്ഞിട്ടു കൂടി സിജി ടീച്ചറും അമ്പിളി ടീച്ചറും വൈശാഖം മാഷും തുടങ്ങിയവരാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാൻ തയ്യാറായത്. സാധാരണ കേരളത്തിന് പരിചിതമല്ല ഈ രീതി. എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരാകാൻ പണം കൊടുത്ത് നഷ്ടപ്പെട്ടാൽ മിണ്ടാതെ വീട്ടിലിരിക്കുന്ന പതിവ് രീതിക്കാണ് മാറ്റം വന്നത്. അതുകൊണ്ടാണ് ഇതൊരു വലിയ വാർത്താ പരമ്പരയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ രംഗത്തേക്ക് വന്ന ആ അധ്യാപകരെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുമുണ്ട്. സുജയ, ഇനിയിപ്പോൾ ഈ കേസിൽ പ്രധാനമായുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് എടുക്കേണ്ട നടപടികളാണ്. വിദ്യാഭ്യാസ വകുപ്പിന് നിലവിൽ തന്നെ ഈ മാനേജർക്കെതിരെ കർശന നടപടിയെടുത്ത് സ്കൂളുകൾ തിരിച്ചു പിടിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ കഴിയും. പക്ഷേ അത് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്നില്ല. ഇത്ര കാലമുള്ള ഒരു രീതി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് നടപടിയെടുത്താലും ഉടൻ ഹൈക്കോടതിയിൽ പോവുകയും സ്റ്റേ വാങ്ങിക്കുകയും ഹിയറിങ്ങിന് വെക്കുകയും ആ ഹിയറിങ്ങിന് പങ്കെടുക്കാതെ മുങ്ങി നടക്കുകയും ഒടുവിൽ VC പ്രവീൺ അനുകൂലമായി കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. സുജയ, സർക്കാരിൻ്റെ നീക്കം ആത്മാർത്ഥമാണെങ്കിൽ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രി V ശിവൻകുട്ടി നമ്മളോട് അന്ന് പറഞ്ഞത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഇപ്പോൾ നടപടിയെടുക്കാം.
ഒരു തടസ്സവുമില്ല. 221 കുട്ടികളെ അനധികൃതമായി ചേർത്തതിലുൾപ്പെടെ നിരവധി തട്ടിപ്പുകൾ നടത്തിയതിൻ്റെ തെളിവുകൾ വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിലുണ്ട്. ഇനിയിപ്പോൾ ജയിലിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുമില്ലാതാകും. ഇതാണ് യഥാർത്ഥ സമയം. പിടിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. സുജയ, ഇന്നുകൂടി ഒരു കാര്യം നമുക്ക് പറയാനുണ്ട്. ഇന്ന് VC പ്രവീൺ കസ്റ്റഡിയിലായതിനു ശേഷം ഇതേ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് കളവ് പറഞ്ഞു. അങ്ങനെ ഒരാളെ പിടിച്ചിട്ടില്ല, അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും VC പ്രവീൺ അവിടെ കസ്റ്റഡിയിലിരിക്കുകയാണ്. ചുരുക്കത്തിൽ സുജയ, 32 കോടിയിലേറെ രൂപ ഇത്രയും അധ്യാപകരിൽ നിന്ന് വാങ്ങി അതെങ്ങോട്ടേക്ക് പോയി എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണിത്. ഉദ്യോഗസ്ഥർ AEO ഓഫീസിൽ നിന്ന് തുടങ്ങി മുകളിലേക്കുള്ള ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പ്രവീണ് പറയുന്നത് മാത്രം കേൾക്കുന്നു. സുജയ, ഇത് പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചു പറയണം. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും മെച്ചപ്പെട്ട സ്കൂളുകളായി കൂരിക്കുഴിയും മച്ചാടും പള്ളിക്കലും മാറേണ്ടതുണ്ട്. അവിടെ പ്രവീണിനെയാണ് മാറ്റേണ്ടത്. പ്രവീണിൻ്റെ തോന്നിയവാസമാണ് നമ്മൾ തുറന്നു കാട്ടിയത്. കൂരിക്കുഴി സ്കൂളും മച്ചാട് സ്കൂളും അതുപോലെ പള്ളിക്കൽ സ്കൂളും അവിടെ കൂടുതൽ കുട്ടികൾ വരണം, നല്ല രീതിയിൽ സ്കൂൾ ഉണ്ടാവണം. പക്ഷേ അവിടെ VC പ്രവീൺ ഉണ്ടാവരുത്. അത് നമ്മുടെ ഒരു നിലപാടാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒന്നും സംഭവിക്കരുത്. കാരണം തീരദേശ മേഖലയിലെ പാവങ്ങളായ കുട്ടികൾ പഠിച്ചു വളരുന്ന സ്കൂളാണ് കൂരിക്കുഴി അടക്കമുള്ള സ്കൂളുകൾ. ആ സ്കൂളുകൾ നന്നായി നിലനിൽക്കണം. ഒപ്പം VC പ്രവീണുമാരെ തെരഞ്ഞു പിടിച്ച് ആ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതുമുണ്ട്. ഇതിൽ നടപടി ഉണ്ടാകും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഓക്കെ, TV പ്രസാദും സംഘവുമാണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതും VC പ്രവീണിന്റെ അറസ്റ്റ് വരെ കാര്യങ്ങൾ എത്തിച്ചതും. ജെയ്സൺ ചാമോളപ്പിൽ തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ സമഗ്രമായി നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഒപ്പം TV പ്രസാദ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ലീഡ് ചെയ്തുകൊണ്ട് ഈ അന്വേഷണ വഴിയിൽ സധൈര്യം മുന്നോട്ട് പോവുകയാണ്. മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണമാണ് അടുത്തതായി അറിയേണ്ടത്. അതും ഈ മണിക്കൂറിൽ നമ്മൾ തേടുന്നുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങയുടെ ഇടപെടലുകളിൽ ഞങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് മലീമസമായി കിടക്കുന്ന ചില ഏടുകൾ അത് നമുക്ക് ചീന്തി എറിയേണ്ടതുണ്ട്. അത് നമ്മുടെ കുട്ടികളുടെ, അധ്യാപകരുടെ, നാടിന്റെ ഭാവിക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകാർക്ക് നേരെ കണ്ണടയ്ക്കുകയല്ല, കണ്ണു തുറന്ന് അവരെ ആളുകളുടെ കൺവെട്ടത്തേക്ക് കൊണ്ടുവരിക എന്ന മാധ്യമ ധർമ്മമാണ് റിപ്പോർട്ടർ ആസ് ആൻ ആക്ടിവിസ്റ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണ വഴിയിലൂടെയുള്ള ഞങ്ങളുടെ സഞ്ചാരം തുടരുകയും ചെയ്യും. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.